കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പക്ഷെ അമ്മ പറഞ്ഞ് പണം മോഹിച്ചല്ല, മറ്റൊരു പ്രേമബന്ധം ഉണ്ടെന്നറിഞ്ഞിട്ടും ഞാൻ വിഷ്ണുവേട്ടനെ ഇങ്ങനെ കുരുക്കി പിടിവിടാതെ നിൽക്കുന്നത്. അത് പ്രതികാരം ചെയ്യാനാ. എന്നെ അപമാനിച്ച് രസിച്ചതിന് പക തീർക്കാൻ മാത്രം. സുസ്മിതയെ താറടിച്ചും പരിഹസിച്ചും ഒരു ചായക്കടക്കാരിയുടെ പിന്നാലെ പോയവൻ. അവനെ തിരിച്ചുപിടിക്കാന്നുള്ളത് എന്റെ ഉള്ളിലൊരു പകയായി വളർന്നു പൊങ്ങിക്കഴിഞ്ഞു. ഈ വിവാഹം കഴിഞ്ഞിട്ട് വേണം ഒരു അടിമയെ പോലെ അവനെ എന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനും അനുസരണയുള്ള നായെ പോലെ പിന്നാലെ നടത്താനും. സുസ്മിതയെ തള്ളിപ്പറഞ്ഞതിന് 1000 വട്ടം പശ്ചാത്തപിക്കണം ഇനിയുള്ള ഓരോ നിമിഷവും അവൻ. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം, അത് മാത്രം. അർജുനേട്ടൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാനിപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാ പ്രീതി. എന്ന് പറഞ്ഞ എന്റെ സിറ്റുവേഷൻ എന്താ അർജുനേട്ടൻ മനസ്സിലാക്കാത്തെ? എന്നും കുന്നും മൂടി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത്? മറ്റെന്തും മറച്ചു വെക്കാം, പക്ഷെ ഇത് നടക്കില്ല അർജുനേട്ട. മനസ്സിലാവുന്നുണ്ട് പ്രീതി, പക്ഷെ ഒരു പക്ഷേം പറഞ്ഞ പറ്റില്ല. അച്ഛനെല്ലാം അറിയാന്നുള്ളൊരു ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. ഒരമ്മയുടെ കരുതലോടെ അച്ഛൻ കൂടെയുണ്ട്. പിന്നെ വീട്ടിലെ ജോലിക്കാരി പൊന്നി എനിക്കൊരു അനുഗ്രഹമായിട്ട് അവള് വന്നത്. പിടിക്കപ്പെടുന്നു തോന്നിയ ഒരു സന്ദർഭത്തിൽ അവളാ എന്നെ വന്ന് രക്ഷിച്ചത്. ഇപ്പൊ വീട്ടിലെല്ലാവരും കല്യാണത്തിന്റെ തിരക്കിലായതുകൊണ്ടാ അമ്മയുടെ അധിക ശ്രദ്ധ എന്റെ മേൽ പതിയാത്തത്. അല്ലെങ്കിൽ മൊത്ത സമയം അമ്മ എന്റെ കൂടെ ഉണ്ടാവേണ്ടതാ. ഈ മനം പുരട്ടലും ഛർദിയും ഒക്കെ ഇനിയും എത്ര കള്ളങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുമെന്ന് എനിക്കറിയില്ല. അറിയാം, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പ്രീതിയുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയും ഇപ്പൊ എന്റെ പക്കലില്ല എന്നുള്ളതാണ് സത്യം. പ്രീതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള നിലമൊരുക്കി തുടങ്ങിയതായിരുന്നു ഞാൻ. പക്ഷെ അതിനിടയിൽ ഞാൻ പണ്ട് പർദ്ദയിട്ട് കവളിപ്പിച്ച വിവരം അത് അമ്മ അറിഞ്ഞു. അതോടെ ദേഷ്യം കൂടി. അമ്മയുടെ ശവത്തിൽ ചവിട്ടി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന അമ്മ ഇപ്പൊ പറയുന്നത്. അതിനിടയിൽ ഞാൻ എങ്ങനെ ഈ കാര്യം പറയുന്ന ആശങ്കയാണ് എനിക്ക്. ശരിയാണ്, അർജുനേട്ടന്റെ അമ്മ ഇനിയും ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയെന്നിരിക്കും. പക്ഷെ എന്റെ അമ്മയുടെ കാര്യം അറിയാലോ. കൊലപാതകം ചെയ്യാൻ പോലും മടിക്കില്ല സത്യഭാമ. ചതി ഒരിക്കലും പൊറുക്കുകയില്ല. ഇനിയിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. ആദ്യത്തെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടത് അബദ്ധത്തിലായിരുന്നു. ഇതിന് വേണമെങ്കിൽ പ്രീതി, നോ, നെവർ. ഭ്രാന്തമായൊരു സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മൾ. നമുക്ക് വേണം ഈ കുഞ്ഞിനെ. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമ്മുടെ കുഞ്ഞി ഭൂമിയിൽ പിറവിയെടുക്കും. ഈ ലോകത്തെ പൂക്കളെയും ശലഭങ്ങളെയും പുഴകളുമൊക്കെ അവൻ കാണും. അവൻ വളരും നമുക്കൊപ്പം. അതേ പാടുള്ളൂ, അത് മാത്രം. ഒരിക്കൽ പറ്റിപ്പോയ കയ്യബദ്ധത്തിൽ ചുട്ടു നീറിക്കൊണ്ടിരിക്കുക ഇപ്പോഴും എന്റെ മനസ്സ്. നിന്റെ വയറ്റിൽ തുടിക്കുന്ന ജീവനിലൂടെ ഇനിയെങ്കിലും എനിക്കതിന് പാപപരിഹാരം ചെയ്യണം. എനിക്കതിനൊരു അവസരമാണത്. നമ്മളീ കുഞ്ഞിനെ വളർത്തും. തീരുമാനമാണത്. അർജുനേട്ടാ, പക്ഷേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കല്യാണത്തിരകൾ കഴിയുന്നതുവരെ തൽക്കാലം വലിയ കുഴപ്പങ്ങളില്ലെന്നല്ലേ നീ പറഞ്ഞത്. അതുവരെ നീ ഒന്ന് പിടിച്ചു നിൽക്ക്. അപ്പോഴേക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം നമുക്ക്. അതിനുവേണ്ടി നീ ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവം സഹായിക്കും നമ്മളെ. शक्ति रूपेण संस्थिता या देवी
सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु शक्तिरूपेण संस्थिता എന്താ ശാരദേ? നിങ്ങൾ ഒരു അച്ഛനാണോന്ന് അറിയാൻ അന്വേഷിച്ചു വന്നതാ ഞാൻ. സ്വന്തം ചോരെ പിറന്ന കുഞ്ഞിനെയാ നിങ്ങൾ ആ വൃത്തികെട്ടവന്റെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. ശാരദേ, അത് പിന്നെ അന്ന് രാജേശ്വരി. ആ അതെ, രാജേശ്വരി. അതാണ് നിങ്ങളുടെ ദൗർബല്യം. അവള് കുനിഞ്ഞു നിന്ന് കുരയ്ക്കാൻ പറഞ്ഞ വാലാട്ടി കുരയ്ക്കും നിങ്ങള്. താനൊക്കെയാണോട് ഒരാണ്? അങ്ങനെയൊന്നും സംസാരിക്കരുത്. സംസാരിക്കും. സത്യമായി ഞാനിപ്പോ ആഗ്രഹിച്ചു പോവാ, നിങ്ങൾക്ക് പകരം ഏതെങ്കിലും ഒരു മൃഗമായിരുന്നു എന്റെ 3 മക്കളുടെ അച്ഛനെങ്കിലും. ശാരദേ. അതെ, ശാരദ. നിങ്ങളേറ്റ് ഈ താലി ചുമന്ന് നിങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ച സ്ത്രീ. ലോകത്ത് മൃഗങ്ങൾ പോലും സ്വന്തം കുഞ്ഞിനൊരു ആപത്ത് വരുമ്പോ അത് തട്ടിമാറ്റി രക്ഷിക്കും. മറിച്ച് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് സ്വന്തം മകളെ ഒരു അറിവുകാരന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. മതി മതി ഈ കവല പ്രസംഗം. ഞാനും രാജേശ്വരിയും വന്ന് ഈ ആലോചന സംസാരിച്ച് ശാലിനി അത് സമ്മതിക്കുമ്പോ നീ എന്താ മിണ്ടാതിരുന്നേ? അപ്പൊ ഈ ധാർമ്മിക രോഷമൊന്നും കണ്ടില്ലല്ലോ. കണ്ടില്ല, കാണാൻ പറ്റിയില്ല ഈ ശാരദയ്ക്ക്. അതാ ഇന്ന് ഈ സമൂഹത്തിലെ ഓരോ അമ്മയുടെ നെഞ്ചിലെ നീറ്റ്. പെണ്ണൊന്ന് വളർന്നു കഴിഞ്ഞ തന്നിഷ്ടത്തിനെ നടക്കൂ. പുറകെ നടന്ന അരുതെന്ന് പറയാനല്ലാതെ തല്ലാനും കൊല്ലാനും പറ്റില്ല. കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങളുടെ ഫലം വരുമ്പോ കണ്ണീന്ന് രക്തം ഒഴുക്കി കരയാം, അത്രമാത്രം. സന്തോഷം. എന്നാ പിന്നെ പോയിരുന്ന് കരയി. ഞാൻ രാജേശ്വരിയുടെ പട്ടിയായാലും പൂച്ചയായാലും നീ നോക്കാൻ വരണ്ട. ശാലിനി സമ്മതിച്ച സ്ഥിതിക്ക് ഈ കല്യാണം നടക്കും. നടത്തും ഞാൻ തന്നെ. നടത്തിക്കോ മനുഷ്യ, നടത്തിക്കോ. ഈ നിമിഷം വരെ ഭഗവാന് മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നാവ് കൊണ്ട് ഞാൻ ശപിക്കുക. നിങ്ങൾ ഈ കാണിക്കുന്നതിന് നിങ്ങൾ തന്നെ അനുഭവിക്കും. അന്നാ കിടക്കെ കിടക്കുമ്പോ ഈ രാജേശ്വരി ഒന്നും കാണില്ല നിങ്ങളെ ചുമക്കാൻ. വഴിയിൽ വണ്ടി ഓട്ടിക്കുന്ന ആളാ. കാലൊന്ന് പിഴച്ച കാലം വരെ കൊണ്ടുപോവാൻ. അതോർത്തോ നിങ്ങള്? അങ്ങോട്ട് മാറിക്കടോ. ഇതെന്താ ഈ കാണിക്കുന്നേ? അങ്ങനെ പലതും കാണിക്കും. ഇതേ ബാലചന്ദ്രന്റെ ഹോട്ടലാ.
മുതലാളി വരുമ്പോ ഇച്ചിരി ബഹുമാനമൊക്കെ കാണിക്കാം. നാടൻ മറഞ്ഞു നിന്നുള്ള പേപ്പർ വാനൊന്നും വേണ്ട. അതൊക്കെ അങ്ങ് സ്വന്തം വീട്ടില്. നിങ്ങള് വാ. ഇനി മുതൽ ഈ കുടുംബശ്രീ നിങ്ങളുടെയും കൂടി ഹോട്ടലാ. ബാലചന്ദ്രന്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാ നിങ്ങളുടെ സ്വന്തം. കാശ് കൊടുക്കാതെ വരാം, കഴിക്കാം, പോകാം. ഫുൾ സംഭവം ഫ്രീ. ഹലോ ശാരദാമേ. ഹായ് ശാലിനി. എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ജസ്റ്റ് ശാലിനി ഒന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത്. ഇവൻ സിദ്ധാർത്ഥ്, ഇത് ഷാഫി. രണ്ടുപേരും എന്നെ പോലെ സിമ്പിളാ, കട്ട കമ്പനി. ദേ ശാലിനിയെ മനസ്സിലായല്ലോ. ഇതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്, നാളത്തെ IAS. ദേ സൂക്ഷിച്ചോളണം. അല്ല അകത്തേക്ക് പാടാ. എന്തിനാ അന്യന്മാരെ പോലെ ഇങ്ങനെ പുറത്തേക്കുന്നേ? ശാലിനി വന്നേ. ഇതെന്നാ മാറി നിൽക്കുന്നത്? ഇവരാണ് എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞില്ലേ, അവരെ ഒന്ന് സ്വീകരിച്ചിരുത്ത്. ഇങ്ങോട്ടിരിക്കാം. ആ കേറി വാ. കൊള്ളാം, ഇവിടെ ആവുമ്പോ നല്ല കാറ്റുണ്ട്. ഇരിക്കടാ. നിങ്ങൾക്കൊക്കെ എന്താ കഴിക്കാൻ വേണ്ടത്? എന്ത് വേണേലും പറഞ്ഞോ. ഇവിടെ ഇല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മ പോയി ഉണ്ടായിക്കൊണ്ടുവരും. ആഹാരമൊക്കെ പിന്നെ ഫോട്ടോയുടെ കാര്യം ചോദിക്കടാ. നമുക്കത് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാം. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ കുടുംബശ്രീയിൽ നിന്ന് ഒരു സെൽഫി എടുത്തോളാം. എന്താ ശാലിനി, നമുക്കേ കുറച്ച് സെൽഫി എടുത്താലോ? ആ വാടാ. വാ. ചിരിക്കേ. ആ ഇവിടെ ഇവിടെ ഒന്നും കൂടെ. പോലെ 1-2 ബോസ് കൂടെ വേണമെന്നേ. വാ. ആ ഇവിടെ ഇരിക്കും. വാ ഇരിക്കേ. ആ ഇരിക്കടോ. ആ ശരി. ഒന്നും കൂടി വേണം. വാ നമുക്കേ പുറത്തുനിന്ന് എടുത്തോളെ. വാ. ആ വാന്നേ. ഇവിടെ നിന്നെടുക്കാം. മതി. മതിയെങ്കിൽ മതി. വാ നമുക്ക് വല്ലതും കഴിക്കാം. ഇരിയടാ.
കഴിക്കാൻ എന്താ എടുക്കേണ്ടത്? പറയടാ, ആവശ്യമുള്ളത് പറയ്. പറഞ്ഞില്ലേ നമ്മുടെ സ്വന്തം കടയാ. എനിക്ക് പാലപ്പവും മുട്ടക്കറി നല്ല ചൂടായിട്ട് വേണം. എനിക്കും അത് തന്നെ എടുക്ക. കൂട്ടത്തിലൊരു പഴംപൊരി. എന്നാ എനിക്കും അത് തന്നെ മതി. യവന്മാരുടെ ടേസ്റ്റ് തന്നെ എന്റേതും. മൂന്നാൾക്കും പാലപ്പവും മുട്ടക്കറിയും വേണം. കൂട്ടത്തിലൊരു പഴംപൊരി. അതിന് നിന്റെ കൈക്ക് സ്വാധീനക്കുറവൊന്നും ഇല്ലല്ലോ. നീ തന്നെ അങ്ങ് എടുത്തു കൊടുത്താ മതി. ശരി, ഞാൻ തന്നെ എടുത്തോളാം. സന്തോഷം. ഞാൻ സഹായിക്കാം. വേണോന്നില്ല, ഞാൻ തന്നെ എടുത്തു കൊടുത്തോളാം. എന്റെ കൈക്ക് സ്വാധീനക്കുറവൊന്നുമില്ല ഇപ്പൊ. യവനോ? അതെ, ഒരു മിനിറ്റേ. നിക്ക്, നിനക്കെന്താണ് ഇവിടെ കാര്യം? അത് കൊള്ളാം. ഹോട്ടലിൽ എന്തിനാ ആൾക്കാർ വരുന്നത്? ഭക്ഷണം കഴിക്കാൻ. എന്നാ കേട്ടോ, നിനക്കും നിന്റെ ആശാനും ഇനി മുതൽ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഇല്ല. ബാലചന്ദ്രനെ ഈ ഹോട്ടലിങ് ഏറ്റെടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം ഇല്ല, പോകാൻ നിനക്ക്. ബാലേന്ദ്ര, ഹോട്ടലിൽ വരുന്നവരോട് അപമര്യാദയായി പെരുമാറരുത്. എന്റെ ഒരു ആയുസിന്റെ അധ്വാനം ഇത്. നിനക്കെന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അത് ഹോട്ടലിന് പുറത്ത് മതി. ശ്യാമേ, എന്താ അമ്മേ? ഇയാൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്ക. എനിക്ക് പാഴ്സലായിട്ട് മതി. ശരി, അകത്തേക്ക് ഇരിക്കാം. എന്താ വേണ്ട? എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും മതി. ശാന്തേ, ഈ ക്യാഷ് ഒന്ന് നോക്കണേ. ഓഹോ, ഇവന്റെ ആശാനെയും കൊണ്ടുള്ള ശല്യം ഇതുവരെ തീർന്നില്ലേ? എങ്കിൽ പിന്നെ ചെറിയൊരു പണി കൊടുത്തോളെ. ഇവൻ ചെന്ന് പറഞ്ഞ് ആശാന്റെ മനസ്സൊന്ന് ചുട്ടു നീറട്ടെ. ബാലേട്ടാ, എന്നെ തന്നെയാണ് വിളിച്ചത്? ബാലേട്ടനെ തന്നെ. എന്താ ശാലിനി? ഫോട്ടോ എടുത്ത് മതിയായില്ല എന്നല്ലേ പറഞ്ഞ്? നമുക്കേ 1-2 സെൽഫി കൂടി എടുത്താലോ? ഈ ബാക്ക്ഗ്രൗണ്ടില്. അതിനെന്താ? ഫോട്ടോ എടുക്കാൻ വാ. ഏയ്, അവരൊന്നും വേണ്ട. നമ്മൾ 2 ആളും മാത്രം. എക്സ്ക്ലൂസീവ് കപ്പിൾ ഫോട്ടോ. പിന്നെന്താ, വാ. വിക്ടറി പോസ്. അങ്ങോട്ട് മതിയോ? അല്ല, 1-2 കൂടി എടുക്കണം. ഇങ്ങനെ. ശരി. മതി. മതിയോ? മതി.